യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റിന് സീറ്റ് നൽകാത്തതിൽ പൊന്നാനി മുസ്ലിം ലീഗിൽ അമർഷം പുകയുന്നു. എൻ ഫസലുർ റഹ്മാന് സീറ്റ് നൽകാത്തതിലാണ് മുസ്ലിം ലീഗിനുള്ളിൽ തർക്കം ഉടലെടുത്തത്. സീറ്റ് നൽകിയില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് രാജിവെക്കുമെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. യൂനുസ്, എന്താണ് പൊന്നാനി ലീഗിൽ സംഭവിക്കുന്നത്? അമൃത, പൊന്നാനി ലീഗിൽ വലിയ തർക്കം തുടരുകയാണ്. ഈ യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് എൻ ഫസലുർ റഹ്മാന് സീറ്റ് നൽകാത്തതിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ തർക്കം തുടരുന്നത്. ഈ ലീഗ് നേതാവിന് ഇപ്പോൾ സീറ്റില്ല എന്നാണ് നേതൃത്വം യൂത്ത് ലീഗ് നേതാവിനെ അറിയിച്ചത്. പ്രധാനപ്പെട്ടത് ഇയാളായിരുന്നു, ഈ മുൻ കൗൺസിലർ കൂടിയായ ഫസലുർ റഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു പൊന്നാനി നഗരസഭയുടെ ഭരണസമിതിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ സംഗമങ്ങളും നടന്നത്. ഇയാൾക്ക് സീറ്റ് വേണമെന്ന് യൂത്ത് ലീഗ് അടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ലീഗ് നേതൃത്വം സീറ്റ് നൽകാമെന്നുള്ള ഒരു ധാരണയിൽ എത്തിയിരുന്നു. സാഹചര്യത്തിലായിരുന്നു ഇയാൾ പ്രതീക്ഷയിലായിരുന്നു. ഇപ്പോൾ സീറ്റ് നൽകില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ യൂത്ത് ലീഗ് നേതാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. സീറ്റ് നൽകിയില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നടക്കം രാജിവെക്കുമെന്നാണ് ഇയാളെ പിന്തുണക്കുന്ന യൂത്ത് ലീഗ് നേതാക്കളും പ്രവർത്തകരും അടക്കം പറയുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. കാരണം കാലങ്ങളായി പൊന്നാനി CPM ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. ആ നഗരസഭയിൽ ഒരു തിരിച്ചുവരവിനാണ് UDF അടക്കം ശ്രമിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രത്യേകിച്ച് ഒരു ഈ വ്യക്തിക്ക് സീറ്റ് നൽകണം. ഇയാളാണ് CPM-നെതിരെയുള്ള സകല പ്രതിഷേധങ്ങൾക്കും നേതൃത്വം നൽകിയത്. ആ സാഹചര്യത്തിൽ സീറ്റ് നൽകിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത്. അമൃത.